കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒന്നാം ദിനത്തിൽ തേര് വലിച്ച് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും രഥോത്സവം ഏറെ പ്രധാനപ്പെട്ട ഉത്സവമെന്നും രഥോത്സവ ഭൂമിയിലെത്താനായത് ഈശ്വരാനുഗ്രഹമെന്നും നേതാക്കൾ പ്രതികരിച്ചു. കൽപ്പാത്തി രഥോത്സവം ആവേശകരമായി പുരോഗമിക്കുകയാണ്. ഒന്നാം തേരിന് തന്നെ വലിയ തിരക്കാണ്. മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് ചുറ്റിലും കാണാൻ സാധിക്കും. ധാരാളം ആളുകളാണ് NDA സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ BJPയുടെ മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുണ്ട്. ചേട്ടാ, എങ്ങനെ രഥോത്സവത്തിൻ്റെ ആദ്യമായിട്ടാണ് അതിന് മുമ്പ് രഥോത്സവം ഇതിനു മുമ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്, പല പ്രാവശ്യം എത്തിയിട്ടുള്ളതാണ്. വലിയൊരു ജനകീയ ഉത്സവമാണ്. എല്ലാ ഭേദചിന്തകളും മറന്ന് ജനങ്ങളെല്ലാം രഥോത്സവത്തിൽ അണിനിരക്കും. ഇതിൽ കൂടി ഉണ്ടാകുന്ന വൈകാര്യമായൊരു ഐക്യം, അതാണ് ദേശീയ ഉദ്ഗ്രഥനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഐക്യവും കെട്ടുറപ്പും അത് സാധ്യതമാക്കാൻ അത് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ചെയ്യുന്നുണ്ട്. രഥോത്സവം വലിയൊരു വൈകാരികമായിട്ടുള്ളതാണ്. അതെ, കുട്ടിക്കാലം മുതൽ രഥോത്സവ നാളുകളിൽ കൽപ്പാത്തിയുടെ അഗ്രഹാര വീതികളിൽ രഥോത്സവത്തിൽ പങ്കെടുക്കാൻ വരിക എന്നുള്ളൊരു പതിവാണ്. ഇത്തവണ ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് സമയത്താണ് രഥോത്സവം വന്നതെന്നുള്ളത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു രഥോത്സവ നാളുകളിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇരട്ടി സന്തോഷമാണ്. തെരഞ്ഞെടുപ്പ് തീയതി ഇന്നായിരുന്നു. BJPയുടെ ഇടപെടൽ മൂലമാണ് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയത്. കൽപ്പാത്തി നിവാസികൾക്കും പാലക്കാട്ടുകാർക്കും ഒരു രഥോത്സവ സമ്മാനമായിട്ടാണ് BJPയുടെ ഇടപെടൽ രഥോത്സവ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയത്. എല്ലാ ദിവസങ്ങളിലും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും കൽപ്പാത്തിയിലുണ്ടാവും. സ്കൂൾ കാലം തൊട്ടിട്ട് കൽപ്പാത്തി രഥോത്സവ സമയത്ത് തേരിക്കടകളിൽ കയറി ഇറങ്ങുന്ന ഒരു പതിവാ അല്ലേ? പൊരി വാങ്ങുക, കരിമ്പ് വാങ്ങുക. അതെ അതെ, രഥോത്സവം ഒരു നേരത്തെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചുള്ള രഥോത്സവത്തിൻ്റെ തേര് കടകളിൽ നിന്നാണ് പല വീട്ടിലേക്കുള്ള ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുക. പാത്രങ്ങൾ ഉൾപ്പെടെ തേരിക്കടകളിൽ നിന്നാണ് വാങ്ങുക. അതാണ് ഈ രഥോത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എസ്പെഷ്യലി കച്ചട്ടി. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. ഇതിന് മുൻപും രഥോത്സവത്തിന് വരാറുണ്ട്. കേന്ദ്രമന്ത്രിമാരൊക്കെ വരുമ്പോഴൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. വളരെ ആവേശകരമാണ്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പായതുകൊണ്ട് കൂടുതൽ പുറമേ നിന്നുള്ള ആൾക്കാർ കുറേ പേര് വന്നിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തേര് വരും എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ ഞങ്ങൾ കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കഴിഞ്ഞു. അത് വളരെ ആശ്വാസമാണ്. ഭക്തജനങ്ങൾക്ക് വലിയ ജനപ്രവാഹം ഉണ്ടാകുന്ന ഒരു രഥോത്സവമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ദിനം തന്നെ വലിയ തിരക്കല്ലേ? മുൻപൊന്നും അങ്ങ് വന്ന ദിവസമൊന്നും ഇത്ര തിരക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പിന്നെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതാണ് ഇത്രയും തിരക്ക് കൂടുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഈ രഥോത്സവത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ ദേവീ ദേവന്മാരെയായി ഇപ്പോൾ തേരിലേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം ഗണപതി വിനായകനെയും ആണ് തേരിലേക്ക് ഏറ്റുക. അതിനുശേഷം വള്ളി ദേവാന സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയാണ് രഥത്തിലേക്ക് ഏറ്റുക. മൂന്നാമതായിട്ടാണ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയെ രഥത്തിലേറ്റുന്നത്. അങ്ങനെ ഈ മൂന്ന് ദേവന്മാരും തേരിലേറുമ്പോൾ രഥപ്രയാണം ആരംഭിക്കുകയാണ്. ആ കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥികൾ ഏതായാലും ഇനി വേദമന്ത്ര മുഖരിതമായിരിക്കും. ഇന്നാണ് ഒന്നാം രഥോത്സവം. നാളെ രണ്ടാം തേര്, 15-നാണ് മൂന്നാം തേര്. 15-ന് വൈകിട്ട് പ്രശസ്തമായ ദേവര സംഗമം ഉൾപ്പെടെ നടക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൽപ്പാത്തിയിൽ മുൻ വർഷങ്ങളിലേക്കാൾ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പല ഇടങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് എത്തുകയാണ്. ആവേശത്തോടുകൂടെ തന്നെ രഥോത്സവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇനി ഇന്നത്തെ ആദ്യ തീവ്രം തന്നെ തേരിൽ ഇത്രയും തിരക്കാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ തിരക്കുണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.